പേവിഷബാധയേറ്റ് 5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD അസ്മ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ, ഈ പേവിഷബാധയേറ്റ കുട്ടിക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും കുട്ടി മരിച്ചു എന്നുള്ളതായിരുന്നു നമ്മൾ വന്നിരുന്ന ചോദ്യം. എന്താണ് ഈ കുട്ടിയുടെ ഒരു മരണത്തിനിടയാക്കിയത്? കുട്ടിക്ക് പേവിഷബാധയേറ്റതിന് ശേഷമുള്ള ശാസ്ത്രീയമായ എല്ലാ ചികിത്സയും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവേ നാം കാണുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തെരുവ് നായകളുടെ കൂട്ടാക്രമണത്തിന് വിധേയമാകുക, അതുപോലെ കുറുക്കൻ, നരി, വന്യമൃഗങ്ങൾ ഇവയെല്ലാം കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ച ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ നൽകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ടൊരു അവബോധം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ സോപ്പും വെള്ളവും ഉണ്ടായിരിക്കുക. അപ്പം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഈ മുറിവുകൾ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഉറയോ എന്തെങ്കിലും ഇട്ട ശേഷം വീട്ടിലുള്ള ആരെങ്കിലും അത് നന്നായിട്ടൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയാൽ തന്നെ അതിലുള്ള വൈറസിൻ്റെ ലോഡ് പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനുശേഷം ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ അവിടുന്ന് ബാക്കി ബീറ്റാഡിൻ, ഡിസിൻഫെക്റ്റൻ്റ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുകയും ERIG കൊടുക്കുകയും വാക്സിൻ കൊടുക്കുകയും ചെയ്യുക വഴി ആ ചികിത്സയുടെ ഫലം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും. ഇതിപ്പോൾ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? ഡോക്ടറുടെ ഇപ്പം ഒരുപാട് വാക്സിൻ എടുക്കുന്ന ഒരു സംഭവം എങ്ങനെയാണ് ഡോക്ടർ കണ്ടിട്ടുള്ള കേസുകളൊക്കെ? ഇത് ആൾക്കാരുടെ മാനസികാവസ്ഥയാണ്. കാരണം ഇത്ര ഗുരുതരമായ മുറിവുകളിൽ നിന്ന് ചോരയൊലിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അയ്യോ എന്നെടുത്ത് ഓടുന്ന ഒരു പതിവാണുള്ളത്, സാധാരണ എല്ലാ ആക്സിഡൻസിലും സംഭവിക്കുന്നത് പോലെ. അപ്പോൾ ഇതാവുമ്പോൾ മിക്കവാറും ആ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് പലതും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള ആ ഒരു നേരമില്ല. അപ്പോൾ ആ ഒരു വിലപ്പെട്ട സമയമാണ് അതിലൂടെ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി അത് ചെയ്ത ശേഷം എത്തുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തുന്നതിനുള്ള ഡിലേ, ഇത് ചെയ്യാതെ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ചിലപ്പോൾ വൈറസിന് നാഡീവ്യൂഹങ്ങളിലേക്ക് കടക്കുകയും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചികിത്സ ഫലിക്കാതെ വന്നേക്കാം. അപ്പോൾ ആ ഡിലേ ഒഴിവാക്കണം. ഡിലേ പ്രധാനമാണ്. എത്രയോ കിലോമീറ്ററുകളിൽ താണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപായിട്ട് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, എല്ലാ ഗവൺമെൻറ് ആസ്പത്രികളിലും ഈ മരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിലും റിഗ് എന്ന് വെച്ചാൽ റേബീസ് ഇമ്യൂണോഗ്ലോബുലിനും IDRVയും CHCകളിൽ, താലൂക്ക് ആസ്പത്രികളിൽ, PHCകളിൽ എല്ലായിടത്തും ഈ മരുന്നുണ്ട്. പിന്നെ എറിഗ് എന്ന് വെച്ചാൽ റിഗ് എന്നുള്ളത് കാഷ്വാലിറ്റി എവിടെയൊക്കെ പ്രവർത്തനമുണ്ടോ അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം റിഗുണ്ട്. അപ്പോൾ സമയം കളയാതെ ആ ചികിത്സ അവിടെ വെച്ച് പൂർത്തീകരിക്കുകയും പിന്നെ ഏറ്റവും അധികം ആ ഡിലേ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ റേബീസ് ചികിത്സയുടെ ഒരു പ്രധാന ആണിക്കൽ. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു 13 മുറിവാണ് പറഞ്ഞിരിക്കുന്നത് തലയ്ക്ക്. അപ്പോൾ തലയിലെ ഉടനീളം കുഞ്ഞിന് ഒട്ടേറെ മുറിവുകളുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ റിഗ് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. ആഴത്തിലുള്ളത് തലയിൽ 3 മുറിവുകളിലേറെ ആഴത്തിലുണ്ട്, കാലിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ തലച്ചോറിനൊക്കെ ബാധിക്കും. അത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ തലച്ചോറുമായി അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി വൈറസിന് കുറച്ചും കൂടി സ്പീഡിൽ കയറാൻ പറ്റുമെന്നാണ്. പ്രോക്സിമിറ്റി പ്രധാനമാണ്. അതാണ് ഡോക്ടർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമ്മൾ ഈ പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതെ, പ്രഥമ ശുശ്രൂഷയിലൂടെ നമുക്ക് ഈ ചികിത്സയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ് റേറ്റ് നിർണ്ണയിക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് ഒരു നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ആളുകൾക്ക് പലപ്പോഴും നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. എന്നാൽ അത് മാറ്റിയിട്ട് തന്നെ നമ്മളെന്താണോ പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തതിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി പറയുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.